ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കുന്ന് സാരികളുടെ നടുക്കിരുന്നാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പുറത്തും സാരികൾ തന്നെയാണ് കേട്ടോ. അതാ എല്ലാം കാണിക്കാം. സത്യം പറഞ്ഞ് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. ഒന്ന് സമാധാനത്തിലൊന്നും ഉറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. 3 ദിവസമായി എന്ന് പറയും നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കാരണം ഒന്നാമത്തെ ദിവസം നമ്മൾ അങ്ങോട്ട് പോയി, രണ്ടാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നു. ഇന്നിപ്പോൾ ഒന്ന് പകൽ കിടക്കാന്ന് വെച്ചിട്ട് നമ്മുടെ അൻവി മോള് സമ്മതിക്കുന്നേ ഇല്ല. കുഞ്ഞിനുമുത്ത് പിന്നെ ഓക്കെയാണ്. കുഞ്ഞിനുമുത്തിനെയും കൂടി വീഡിയോയിൽ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആളവിടെ ഊഞ്ഞാലിലും മാങ്ങാപ്പഴമൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുക. ഒരു കണക്ക് പറഞ്ഞാൽ കുഞ്ഞിന് ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെ കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് എനിക്കതൊരു വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചെടുത്തത് കൊണ്ട്, നമ്മൾ പഠിപ്പിച്ചത് കൊണ്ട് മോനത് പഠിച്ചു. അപ്പോൾ അത് പഠിച്ചെടുത്തുകൊണ്ട് നല്ല ആശ്വാസമുണ്ടേ. അപ്പോൾ കുറച്ച് ലൈറ്റിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മുടെ സാരീസൊക്കെ നല്ല അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ കല്യാണി കോട്ടനാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണി കോട്ടന്റെ ഒരു ആരാധികയായി മാറിയിട്ടോ. അത്ര നല്ല കളക്ഷൻസ് ആണ് കേട്ടോ കല്യാണി കോട്ടന്റെ. എനിക്ക് വേറെ ഏതൊരു സാരി എടുത്തിട്ടും അങ്ങോട്ട് മനസ്സിൽ പിടിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും ഒരുപാട് പേര് കല്യാണി കോട്ടന്റെ ആരാധകരാണ്. കാരണം എന്ന് പറഞ്ഞാൽ അധികം റേറ്റ് ഇല്ലാത്ത കുറച്ച് റോയൽ ലുക്കിലൊക്കെ ഒരുങ്ങി പോകാൻ പറ്റുന്ന, എന്നാൽ വലിയൊരു എന്താ പറയുക, അങ്ങനെ തിളക്കോ വളക്കോ ഒന്നും ഇല്ലാത്ത നല്ല സിമ്പിളും ആണ്, എന്നാൽ നല്ല ലുക്കിൽ ഒരുങ്ങുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണല്ലേ നമ്മുടെ കല്യാണി കോട്ടൺ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ലാത്തതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ മൽക്കോട്ടനും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് പോയ പീസുകളൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൽ കണ്ടിട്ടുള്ളത് ഉണ്ടായിരിക്കും. അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പോവാത്തതുണ്ട്. അങ്ങനെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും. പിന്നെ ഇതിലിവിടെ ഒരു വലിയൊരു കളക്ഷനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു തുണിക്കട തുടങ്ങണം എന്നൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ വന്നെത്തിച്ചേരുകയാണല്ലേ. പിന്നെ മനസ്സിനാകെപ്പാടൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഷോർട്സ്. നിങ്ങൾ എല്ലാവരും കണ്ടതെന്ന് എനിക്കറിയില്ല. അത് 2 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആയ കാരണം അധികം പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെറിയ വീഡിയോസ് ഇടുമ്പോഴാണ് ഷോർട്സ് ഒക്കെ അങ്ങനെ കയറി പോകുന്നത്. അതിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു കാര്യങ്ങൾ തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനുമുത്താണ്. സത്യമായിട്ടും അത് തന്നെയാണ് കാരണം. പക്ഷേ നമ്മളിങ്ങനെ ഒരു ബിസിനസിന്റെ അകത്തൊക്കെ അത് എന്താ പറയുക, പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു. പിന്നെ ഞാൻ ഓർത്തു, ആരെങ്കിലും ഇവരൊരു ചുമ്മാ ഒരു ബിസിനസ് പോലെ ചെയ്യുന്നതാണ് എന്നുള്ളൊരു മട്ടിലാണ് നമ്മളെ കാണുന്നതെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവട്ടെ. നമുക്ക് ഞാൻ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടട്ടെ. അതിന്റെ മോന് വേണ്ടി തന്നെയാണല്ലോ ഞാൻ വിനിയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. എനിക്ക് യൂട്യൂബിൽ പറയുന്നതിന് പ്രശ്നമില്ല കേട്ടോ. കാരണം യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരാണ് എല്ലാവരും. ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ്. പക്ഷേ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാരും കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലേ. അപ്പം അവരുടെ മുന്നിലേക്ക് കുഞ്ഞിനുടെ കാര്യം അവതരിപ്പിക്കണമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഏതെങ്കിലും ഒരു എന്താ പറയുക, ആരെങ്കിലും കണ്ടൊരു കുറച്ച് ഓർഡറൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ അതിൽ 100% സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. മോൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ എനിക്ക് സത്യത്തിൽ മടിയുള്ള ഒരാളാണ്. അത് മുന്നേ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളിലേക്ക് നല്ല ക്വാളിറ്റി ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ തറിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല നമ്പർ 1 ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ കല്യാണിക്കോട്ടൻ തന്നെ പല വെറൈറ്റി ഉണ്ട്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. നമുക്കറിയാം, മീഷോയും ഫ്ലിപ്കാർട്ടൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഏകദേശം അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ തരുന്നത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അതിലൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ഇന്ന് വരെയും ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സാരീസും നല്ല കസ്റ്റമർ റിവ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടാതെ എന്നോട് പറയാത്തുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും എനിക്ക് വന്നതെല്ലാം ഓക്കെയാണ്. എല്ലാ കസ്റ്റമർ റിവ്യൂ ഓക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മോൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായി. കാരണം അതിൽ മോൻ്റെ കാര്യം പറയണോ, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടവർക്കറിയാം. ഇങ്ങനെ നിങ്ങളിപ്പം പല സ്ഥലത്ത് നിന്ന് ഓണക്കോടിയായിട്ടും അല്ലെങ്കിൽ ഇന്ന സാരി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ, ഇങ്ങനെ ഒരു കുഞ്ഞിന് മോനൊരമ്മ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാം എന്ന് നിങ്ങളൊരു മനസ്സിലൊരു തീരുമാനം എടുത്താൽ അതൊരു പുണ്യപ്രവൃത്തി കൂടിയായിരിക്കും. ഞാൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെറിയ വണ്ടി, എനിക്ക് കുഞ്ഞിനുമുത്തിനെ കൊണ്ട് ട്രീറ്റ്മെന്റിന് പോകാനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു വണ്ടിയുണ്ട്. അത് എൻ്റെ ഹസ്ബൻഡ് CC ഒക്കെ അടച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്. എനിക്ക്
അതൊന്നും ഓടിച്ചിട്ട് നടക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു മാരുതി 800 ഒരു ആൾട്ടോയോ അങ്ങനെ വലിയ വിലയൊന്നും ഇല്ലാത്തൊരു വണ്ടി എനിക്ക് ഇനിയിപ്പോൾ അൻവിക്കുട്ടി അങ്കമാടി പോകാൻ അധികം നാൾ വേണ്ടല്ലോ. അപ്പം അൻവിക്കുട്ടി അങ്കമാടി പോയി കഴിയുമ്പോൾ എനിക്ക് റെഗുലറായിട്ട് മോനെ കൊണ്ട് എനിക്കൊരു ദിവസം ഒരു 500 രൂപ വരുമാനം കിട്ടിയാൽ മതിയിട്ട് അതിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്കത് കിട്ടണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കുഞ്ഞിനുമുത്തിന് ഈ വർഷമെങ്കിലും നടത്തിയെടുക്കണം എന്ന് എനിക്ക് അത്രമേൽ ആഗ്രഹമുണ്ട്. കുഞ്ഞിനുമുത്ത് ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടൈം കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറയാൻ തന്നെ കാരണം. ഈ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ മോൻ്റെ കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുഞ്ഞിനുമുത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മോൻ്റെ ട്രീറ്റ്മെൻറ്റിനെന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് അങ്ങനെ ഒരു തുക എനിക്ക് ചോദിക്കാൻ പോലും പറ്റില്ല. കാരണം ആൾ അത്രത്തോളം പ്രാരാബ്ദത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു വീട് പണി കഴിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേനും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ചെറിയ ജോലി കൊണ്ട് മാത്രം കുടുംബം പോറ്റുന്ന ഒരാൾക്ക് പിന്നീട് അടുത്ത എന്താ പറയുക വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് മാറ്റാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഈ സത്യത്തിൽ ഈ പരിശ്രമം എല്ലാം നടത്തുന്നത്. അപ്പം ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് മാറിയിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പഴയതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണെങ്കിൽ കാരണം അതിൽ കുറച്ച് പീസ് പോകാത്തുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് എടുക്കാമല്ലോ. സോഫ്റ്റ് സിൽക്കാണ്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു പോകുന്നുള്ളൂ. കാരണം ഇതൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. കാരണം ഈ 2 പീസുകളും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങുന്ന 2 പീസുകളാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം വന്ന് എല്ലാം പോയി. ഇതൊക്കെ നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. പക്ഷേ ഈ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർ വന്നുമല്ലോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ലതാണ്. ഇത് ഞാൻ പൂർണ്ണമായിട്ട് വിടർത്തി കാണിക്കുന്നില്ല. കാരണം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ല രസമുള്ള സാരി തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി. പിന്നെ നമ്മുടെ നാരായണപേട്ട് ഇതും ഒറ്റ പീസ് കൂടി കഴിഞ്ഞേ ഉള്ളൂ. നോക്കിക്കേ, നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ തന്നെ നല്ല കോട്ടൺ അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം അതിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ ഓണക്കോടിയായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക്. ഇത് നമ്മൾ അന്നാരാജനില്ലേ മറ്റേ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന ഒരു സിനിമ വരെ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഈ സെയിം സാരി കൊടുത്തിട്ടൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മൽക്കോട്ടൺ, ഇത് നമ്മുടെ മൽക്കോട്ടൻ്റെ റേറ്റ് നമ്മൾ ഇത്തവണ കുറച്ചിട്ടുണ്ടേ. കാരണം എന്ന് പറഞ്ഞാൽ മൽക്കോട്ടൺ നമ്മുടെ വിഷു അല്ല ഓണം ആവശ്യങ്ങൾക്കാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം ഇനി എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളിതിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇതിൽ 2 പീസ് 899 ആണ്. ബാക്കിയുള്ളതിൻ്റെ റേറ്റ് ഞാൻ കാണിക്കുമ്പോൾ പറയാം കേട്ടോ. അതിൽ ഒത്തിരി മൽക്കോട്ടം പോയി. അപ്പോൾ നമ്മൾ ഇത്തവണ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചുങ്കിടി സാരി 500-ൻ്റെ ആണ്. നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, 500-ൻ്റെ സാരീസ് ഞാനൊരു ഒറ്റ ഷോർട്ട്സ് ചെയ്തേ ഉള്ളൂ. അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. കാരണം അതിൻ്റെ എൻക്വയറീസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തവണയും കുറച്ച് 500-ൻ്റെ സാരി കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സാരി ഒരു കസ്റ്റമർ എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. പക്ഷേ എനിക്കിത് ആളാരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഞാൻ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ ആളിത് കാണുകയാണെങ്കിൽ ഞാനായിരുന്നു എന്നൊന്ന് പറഞ്ഞുതരാം. അതല്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരാളിന് ആ ആളിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത ആൾക്ക് കൊടുക്കാമല്ലോ എനിക്ക്. അപ്പം അങ്ങനെയാണ് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ഇത് നമ്മുടെ ചുങ്കിടി സാരിയാണ്, 500 രൂപയുടെ സാരിയാണ്. ഇത് നമ്മുടെ 899 ആണിത്. പ്രൈസ് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും അങ്ങനെ നമുക്കവിടെ ഇരിക്കട്ടെ. നമ്മുടെ സെറ്റ് ഇനി അന്ന് കൊണ്ടുവന്നതിൽ ആകെ മിച്ചമുള്ളൊരു പീസ് ഇതാണ് കേട്ടോ. ബാക്കി സെറ്റൊക്കെ പോയത് നമ്മുടെ 999 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമ്മുടെ 499-ൻ്റെ സെറ്റ് സാരി, അതും അന്നത്തെയാണ്. ഇത് കോട്ടൺ സാരി. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം പോയി. ആകെ 2 പീസുകളേ ഉള്ളൂ. ഇതിലൊരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ വേറെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാനിതിങ്ങനെ അവിടെ വെച്ചേക്കുന്നതുകൊണ്ടാണ്. 500-ൻ്റെ സാരീസാണ്. ഇതൊക്കെ ഞാൻ വേഗം കാണിച്ചു പോവാണ് കേട്ടോ. ഇത് 500 റുപ്പീസിൻ്റെയാണ്. ഇതൊക്കെ നമുക്ക് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടേ നല്ല സാരിയാണ് കേട്ടോ. അത് 500 രൂപയാണെന്ന് വിചാരിച്ചിട്ട് നല്ല എന്താ പറയുക നമ്മുടെ ഫോയിൽ സാരീസ് ഇല്ലേ, അങ്ങനത്തെ 4-5 500 രൂപയുടെ 5 പീസസ് ഉണ്ട് കേട്ടോ. ഇത്രയും കളേഴ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ പറഞ്ഞോളൂ. മറ്റേ നമ്മൾ അന്ന് കാണിച്ച 500 രൂപയുടെ മൊത്തം സാരിയും പോയി തീർന്നു. പിന്നെ മധുരൈ ചുങ്കിടി ഒറ്റ പീസും കൂടി ഇനി ബാക്കിയുള്ളൂ. അത് നല്ല കളറാണ് കേട്ടോ. ഈ കളർ ഇഷ്ടമുള്ള ആൾ വന്നിട്ടുണ്ടാവില്ല. വരും, നമുക്ക് എല്ലാ സാരിക്കും ആൾ വരും. പിന്നെ ഇത് നമ്മൾ തുടക്കത്തിലുള്ള ഒരു സാരിയാണ്. ആ തുടക്കത്തിൽ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരൊറ്റ പീസാണ് കേട്ടോ ഇത്. അതാണിത്. അത് നല്ല രസമുള്ള കളറാണ്. പിന്നെ 899-ൻ്റെ ആണ് കേട്ടോ. വേഗം കാണിച്ചു പോകണേ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരീസാണ്.
കോട്ടൺ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പിന്നെ നമ്മുടെ ചെട്ടിനാട് കോട്ടനാണേ. ഇത് കണ്ടോ, ഇതാ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു കളറാണ്. അതും ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ. പിന്നെ അടുത്ത് നമ്മുടെ കല്യാണി കോട്ടൻ്റെ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന കല്യാണി കോട്ടണിൽ ആകെ മൊത്തം മിക്സ് വരിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. ചെറുപയർ പച്ച മെറൂൺ. ഇതാ നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ ചെക്കഡ് അല്ലാത്ത കല്യാണി കോട്ടനെ. പിന്നെ ഇതാ മൽക്കോട്ടൺ. മൽക്കോട്ടൻ്റെ റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഓൺലി 1000 റുപ്പീസ് മാത്രമാണ് ഇപ്പോൾ മൽക്കോട്ടൻ്റെ പ്രൈസ് വന്നിട്ട്. ഇതാ അത് അടുത്തത് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വന്ന് ഒത്തിരി പേര് വാങ്ങിച്ചൊരു ഐറ്റമാണ്. നമ്മൾ ഇത്തവണ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതും നമ്മുടെ മൽക്കോട്ടൺ ടിഷ്യൂ ആണ് കേട്ടോ, മൽക്കോട്ടൺ ടിഷ്യൂ. അപ്പോൾ അത് ആവശ്യമുള്ളൊരു വേഗം വേഗം ഓർഡർ ചെയ്തോളൂ. പിന്നെ നമ്മുടെ അന്ന് കൊണ്ടുവന്നില്ലേ ഒരു 1100-ൻ്റെയാന്ന് പറഞ്ഞിട്ട് 500-ൻ്റെ ഞാൻ 599-ൻ്റെ ആദ്യം കാണിച്ചാണ്. ഇതതിൻ്റെ പ്യുവറായിട്ടുള്ളത്. അതിൽ നിന്നും ഒറ്റ പീസേ ഉള്ളൂ. കഴിഞ്ഞോടെ കാണിച്ചു കൊണ്ടാണ് കേട്ടോ, അതൊക്കെ വേഗം വേഗം കാണിച്ചു കൊണ്ട് ബാക്കിയൊക്കെ പോയിട്ടോ. പിന്നെ നമ്മുടെ ബ്ലാക്ക് കാഞ്ചിക്കോട്ട. ഇതും ഒറ്റ പീസേ ഉള്ളൂ. ഇതും നമ്മൾ അന്ന് കാണിച്ചു തന്നെയാണ്. പിന്നെ നമ്മുടെ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ. ഈ ബ്ലൂ ബ്ലൂ റീസ്റ്റോക്ക് ചെയ്താണ്. അതേപോലെ തന്നെ അതിൻ്റെ യെല്ലോയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി ഒത്തിരി ഓടിയ സാരികളാണ്. ഓടിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വാങ്ങിച്ച സാരികളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ യെല്ലോയും ബ്ലൂ ഒക്കെ ഒന്നുകൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ചുമ്മാ കാണിക്കുന്നതേ ഉള്ളേ. ഇതേ വേണ്ട, ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞോടെയും കണ്ടിട്ടുണ്ടാവും. കാരണം അത് കഴിഞ്ഞ തവണയും നമ്മൾ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പോയപ്പോൾ അത് ഒത്തിരി ഓർഡറുകൾ വന്നത് കൊണ്ട് ഇത്തവണ പോയപ്പം വീണ്ടും ഞാൻ എടുത്തിട്ട് വന്നതാണേ. പക്ഷേ ഞാൻ റേറ്റ് ഇത്തവണ നമ്മൾ ഓണമൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു ഓണം ഓഫർ പോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച സാരിയുടെ കൂടെയുള്ള ഒരു സാരി തന്നെയാണ് കേട്ടത്. ഇത് അതിൻ്റെ ഒരു കളർ ഞാനിപ്പോൾ കാണിച്ചായിരുന്നല്ലോ. കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. ഇതൊന്നും ഞാൻ വിടർത്തി കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഇത് ലോങ് വീഡിയോ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കളർ ഇഷ്ടമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇനി നമ്മുടെ കാഞ്ചിക്കോട്ടൻ്റെ ഒരു വരവാണേ. ഇതും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ. ഇതിനെക്കുറിച്ച് ഞാനിനി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അത്ര നല്ല എന്താ പറയുക, നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഉടുത്താലൊക്കെ നല്ല എന്താ പറയുക, നല്ല ലുക്കാണ് നമ്മുടെ കല്യാണി കോട്ടൺ അല്ലേ. അടുത്ത് കാണിച്ചു തരാവേ. പിന്നെ കഴിഞ്ഞ അവിടുത്തെ സാരികൾ എന്തിനാണ് വീണ്ടും കാണിച്ചതെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്നാണെന്നറിയോ, നമ്മളിതൊരു ഷോപ്പല്ലല്ലോ, ഒരു ഓൺലൈൻ ഷോപ്പാണല്ലോ. അപ്പോൾ നമ്മളിത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ട ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ കുറച്ച് പേരും കൂടി ആ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കളക്ഷൻസ് ഉണ്ടെന്ന് അവർ അറിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചത്. ചിലപ്പോൾ നമ്മൾ ഇത്തവണ കൊണ്ടുവന്ന ഇത് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിനായിരിക്കും നമുക്ക് ഓർഡർ വരുന്നത്. എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവമാണേ. അപ്പോൾ അത് കണ്ടവരൊന്ന് ക്ഷമിച്ചേക്കുക, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കാണിച്ചേക്കുന്നത്. ഇനി നമ്മുടെ കല്യാണി കോട്ടൺ കുട്ട വർക്കില്ലേ, അതിൻ്റെ ചെക്കടല്ലാത്തതാ. എല്ലാത്തിനും കളർന്ന് പറഞ്ഞുണ്ടല്ലോ, ആ കളർ കോമ്പിനേഷൻ ഒന്ന് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ഭംഗിയാണ്. നമ്മുടെ കല്യാണി കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതും. നോക്കി കളറൊക്കെ നല്ല കളർ കോമ്പിനേഷനാണ്. അടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഒന്നുണ്ടല്ലോ, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതാണ് നമ്മുടെ ചെക്കഡ് ബ്ലാക്ക് ആൻഡ് റെഡ് ഇല്ലേ, അതിൻ്റെ തന്നെ ഇതുണ്ട്, കുട്ട വർക്കിൻ്റെ ആണ്. ഇതും ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കൊള്ളുക. ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയൊക്കെ ഇതവിടെ ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ട് വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ നിങ്ങൾ നമ്മുടെ ലോങ് വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ അറിയാലോ. അപ്പം എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഇതിലിങ്ങനെ കാണിക്കുന്നത് കേട്ടോ, വിടർത്തുന്നൊന്നുമില്ല. ഓക്കെ, ഈ കല്യാണി കോട്ടൺ അല്ല, മഹേശ്വരി കോട്ടൺ ആണ് കേട്ടോ. സോഫ്റ്റ് സിൽക്കും നമ്മുടെ എന്താ പറയുക കല്യാണി കോട്ടൻ്റെ ലുക്കും എല്ലാം ഇടകലർന്ന ഒരു ലുക്കാണ് നമ്മുടെ മഹേശ്വരി കോട്ടൺ. മഹേശ്വരി കോട്ടൺ അതും നല്ല ഒരു കളർ കോമ്പിനേഷനാണ്. അടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ആ ഷോപ്പിലുള്ളവരോട് ഇടി കൂടി പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കളറുകളാണ് കേട്ടോ ഇതൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ
നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കളർ കോമ്പിനേഷൻ ആണെന്ന്. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഇതൊന്നും ഇഷ്ടമല്ല എന്ന് എന്നോട് കമൻറ്റോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നല്ല സെലക്ഷനാണ്, നല്ല കളർ സെലക്ഷനാണെന്നൊക്കെയുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ എന്നെക്കുറിച്ച് എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തവണ ഞാൻ പോയപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇരുന്ന് ആ പയ്യന്മാരോടെ കിടി കൂടി അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാവുന്ന കളറുകളുണ്ട്. പിന്നെ ഇതാണ് വേറെ വെറൈറ്റി ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഫാൻസി ചെക്ക് ഫോയിൽ സാരിയാണേ. ഇത് ഞാൻ റീലിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ അന്വേഷിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതാ, നിങ്ങൾക്കിത് ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ വാട്സപ്പിൽ തന്നെ ചോദിക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊന്നും റേറ്റ് ഇട്ടിട്ടില്ല, ഇതിൻ്റെ ബില്ലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ലോങ് വീഡിയോയിൽ കണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോഴത്തേനും ഞാൻ ഉറപ്പായിട്ടും ഇത് വില ഇട്ടിട്ടുണ്ടാവും, ഇത് ബില്ല് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നതാണ് കേട്ടോ. എന്താ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള തിരക്ക്, കാരണം ഇനി ഓണം അധികം നാളില്ലല്ലോ. ഇതാ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ. ഇത് ഹെവി വർക്കാണ് അതിൽ വരുന്നത്. സാരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. അപ്പം അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. അപ്പോൾ ഓണം വരികയല്ലേ, അപ്പോൾ നമ്മളിനി വെച്ച് വൈകിക്കേണ്ടെന്ന് വിചാരിച്ചത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ഇത്തിരി നേരം ഉറങ്ങായിരുന്നു. കാരണം കുഞ്ഞിനെക്കൂട്ടൻ എന്താ പറയുക ഡീസൻ്റ് ആയിട്ടിരിക്കുകയാണ്. അൻവിക്കുട്ടി അവൻ നല്ലപോലെ കഥയൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച അൻവിക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഉറങ്ങായിരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാ അടുത്ത കളർ കാണിച്ചു തരാവേ. നമ്മുടെ ഫാൻസി ഫോയിൽ സാരിയുടെ ഇതാ സൂപ്പർ സൂപ്പർ. ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, ദേഹത്ത് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന, അധികം റേറ്റ് ഇല്ല കേട്ടോ ഇതിന്. എന്താണെങ്കിലും ഒരു 1000 റുപ്പീസിൽ താഴെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇതാ ബ്ലൗസൊക്കെ ഹെവി വർക്കാണ്. ഒന്നെങ്കിൽ 1100 ആയിരിക്കാം, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ എന്താണെങ്കിലും കളർ ഇഷ്ടമാവണേ വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചു. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ ഭംഗിയൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല, കുഞ്ഞിനെക്കുട്ടിൻ്റെ ചാനലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ സാരിയൊക്കെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങളോട് എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളവരും അങ്ങനെയൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. കാരണം അടുത്ത് എനിക്ക് തന്നെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആ കളക്ഷൻസ് ഒക്കെ. നമുക്ക് ഞാൻ പറയുന്നത് നുണയാണെന്ന് നിങ്ങൾ നോക്കിയേ, എന്തൊരു ഭംഗിയാണല്ലേ. ഇതൊക്കെ കൊടുത്തൊരു കല്യാണത്തിനോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ ഒക്കെ പോയി കഴിഞ്ഞാൽ വേറെ ലെവൽ അല്ലേ. നമ്മുടെ അലമാരിയിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു ഐറ്റമാണ് ഈ കല്യാണി കോട്ടൺ. ഞാൻ ഈ കല്യാണി കോട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ഹബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മാത്രമായിട്ടൊരു ഷോപ്പ് വെറുതെ പറഞ്ഞാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ഈ സാരിയോട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്തത് കാരണം ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഭംഗി. ഇതാ നോക്കിക്ക്. അടുത്തത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് പർപ്പിൾ കളർ അല്ലേ. ഇതാ ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കാണുക, നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരിക അല്ലേ. എൻ്റെ മുഖത്തെ സന്തോഷം അത്രയും ക്ഷീണവും അവശതയൊക്കെ പിടിച്ചിരുന്നിട്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ടാകുന്ന ഒരു സന്തോഷം. പിന്നെ എനിക്ക് കുറച്ചൊരു വിഷമമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം റീച്ചിലേക്ക് പോകുന്നില്ല നമ്മുടെ ചാനൽ. പെട്ടെന്ന് ആ ഒരു എന്താ പറയുക നമ്മുടെ വിശേഷങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു സാരിയുടെ ഇതിലേക്ക് മാറിയതുകൊണ്ടാണെന്ന് യൂട്യൂബ് അധികം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു 50,000 അത്രയൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഷോർട്സൊക്കെയാണ്. ഇപ്പോൾ 4000 5000 മാക്സിമം ഒരു 10,000 പേരിലേക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചെട്ടിനാട് കോട്ടൻ്റെ വേറൊരു കളർ കാണിച്ചു തരാവേ. ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു റോയൽ ലുക്ക് എന്നൊക്കെ പറഞ്ഞ്. ഈ ചെട്ടിനാട് കോട്ടന് ഒരുപാട് ആരാധകരുള്ളതാണ് കേട്ടോ. ഇതും എന്താ പറയുക നല്ല പ്യുവറാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇതാ ഈ കസവൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ നോക്കിക്കേ, അടി വശത്തെ കസവൊക്കെ കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്യുവറാണെന്ന് കേട്ടോ. ഇതെനിക്കൊരാൾ നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ് കേട്ടോ ഇതെനിക്ക് വെളിവാക്കി തന്നത്. അതിൻ്റെ ആ ഒരു ഒറിജിനൽ ആണോ അല്ലയോ എന്ന് അറിയാനുള്ളൊരു ട്രിക്ക്. അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഞാനിത് അപ്പം തന്നെ ഒരുക്കി വെക്കുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നരുത് കേട്ടോ. കാരണം അറിയാമല്ലോ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു കുരുപ്പുകളെയൊക്കെ. അപ്പം അടുത്തത് കാണിച്ചു തരാം. ഇത് നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാമ്പഴ കളറിലെ ഒരു ഏകദേശം അത് തന്നെ ഗ്രീനും. നോക്കൂ ഇത് രസമാണല്ലേ.
സത്യം പറഞ്ഞാൽ എനിക്ക് സാരികളെല്ലാം ഉടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എത്ര ഭംഗിയാണേ. കുറഞ്ഞ സാരികളും ഉണ്ട് കേട്ടോ. എത്തവണ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറഞ്ഞ സാരികൾ 400 ഒക്കെ റേറ്റ് വരുന്ന സാരികളും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ച ആ 500ൻ്റെ അല്ലാത്ത ഇതാ അടുത്തത് കവറിൽ നിന്ന് എടുത്ത് കാണിക്കാം. കറണ്ട് പോയി ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ കളറല്ല നിങ്ങൾ ഈ ക്യാമറയിൽ ഇനി കാണുന്നത്. കാരണം ഈ മുറിയിൽ നല്ല ഇരുട്ടാണ്. എൻ്റെ റിംഗ് ലൈറ്റ് പോയിട്ടോ. റിംഗ് ലൈറ്റ് വീണ്ടും പോയി. കറണ്ട് കറക്റ്റ് സമയത്ത് പോയി. സത്യം പറഞ്ഞാൽ ഇതല്ല കളർ. നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ. മഞ്ഞാന്ന് വെച്ചാൽ മാമ്പഴ മഞ്ഞ തന്നെ. ഈ കളറും ഇതല്ല, ഒറിജിനൽ കളറല്ല ഫോണിൽ കാണുന്നത്. കുഞ്ഞിനുമ്പത്ത് പാട്ട് പോയപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. പാട്ട് പോകുമ്പോൾ ആശാൻ ഇഷ്ടമില്ല. ചിരിയൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ഇതാ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നോക്കാൻ വന്നയാൾ എടുത്തിട്ട് പോയിട്ടത് നമ്മുടെ കാഞ്ചിക്കോട്ടൻ തന്നെയാണ്. അല്ല, ചെട്ടിനാട് കോട്ടൻ തന്നെയാണ്. ഇതാ ഇതും ഒറിജിനൽ കളറല്ല ഗൈസ്. ഇനി കറണ്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവില്ല. എനിക്ക് തന്നെ ഫോണിൽ കണ്ടിട്ട് ഇഷ്ടമാവുന്നില്ല ഈ കളർ. അങ്ങനെ കറണ്ട് വന്നു. പക്ഷേ ഞാൻ കുഞ്ഞിനമുത്തിൻ്റെ അടുത്ത് പോയതായിരുന്നു കേട്ടോ. കുഞ്ഞിനമുത്തിന് ഇന്നലെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല സെറ്റപ്പ് ഈന്തപ്പഴം കിട്ടിയേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഇല്ലേ. കുഞ്ഞിന് ഈന്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ച് കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. പാത്രം എറിഞ്ഞ് കളയും, എന്നാൽ ഈന്തപ്പഴം കഴിച്ചോളുവേ. ഇതാ ആ സാരി ഞാൻ വീണ്ടും കാണിക്കാൻ. കണ്ടോ അതിൻ്റെ ഡിഫറൻസ് നോക്കി. ആദ്യം ആ കറണ്ട് പോയപ്പോൾ കണ്ട കളറും ഈ കളറും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒറിജിനൽ കളറ്. അതിൽ കാണുന്നതിൽ കുറച്ചും കൂടി ഒരു ഭംഗി നേരിട്ട് കാണാനുണ്ട്. അത് കണ്ടോ. അതെല്ലാ കളറും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് സാരി വാങ്ങിച്ചവർക്കറിയാം. ഞാൻ ആ വീഡിയോയിൽ കണ്ടതിനെ കഴിഞ്ഞും ഭംഗിയായിരിക്കും സാരി നിങ്ങളുടെ അടുത്തേക്ക് കയ്യിലേക്ക് വന്ന് ചേരുമ്പോൾ അല്ലേ. പിന്നെ അടുത്തത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. റെഡ് ആൻഡ് ഇത് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറി വന്നാണ്. ഇതിനെന്താ പറയുക, ഒരു മഞ്ഞല്ല, ഒരു ഓറഞ്ച് എന്ന് പറയാം അല്ലേ. നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അടുത്ത് കാണിക്കാം. നമ്മുടെ തമ്പുരിക്കുട്ടൻ വരാറായി. അത് കാരണം വേഗം വേഗം കാണിക്കാം. പിന്നെ വീഡിയോയും വലിയ ലെങ്ത് ആവാൻ പാടില്ലല്ലോ. ഇത് കണ്ടോ, നിങ്ങളിത് കാണാം. നിങ്ങൾ കണ്ട് നോക്കിക്കേ. നോക്ക് ഇതൊരു ഭംഗിയാണെന്ന്. എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ്. ഞാൻ എടുത്തിട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് സത്യമായിട്ടും ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് എല്ലാ കളക്ഷനും ഇഷ്ടം. എനിക്കിങ്ങനെ ഡ്രസ്സുകൾ ഭയങ്കര ഇങ്ങനെ കുറച്ച് ഇതുപോലത്തെ കളറുകളൊക്കെയാണ്, ബ്രൈറ്റ് കളറുകളാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടായിരിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ലൈറ്റ് കളറുകൾ ഞാൻ എടുത്തിട്ട് വരുന്നത് നിങ്ങളുടെ ചോയ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവർക്കും ബ്രൈറ്റ് കളർ ഇഷ്ടമാണെന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കളക്ഷൻസിൽ ഞാൻ ലൈറ്റ് കളറും കൂടി ഉൾപ്പെടുത്തുന്നത്. സത്യത്തിൽ എനിക്ക് ബ്രൈറ്റ് കളറാണ് ഇഷ്ടം. ഇതാ ഒരു മെറൂൺ എന്ന് പറയാം, മെറൂൺ ആൻഡ് ഗ്രീൻ. ചിലപ്പോൾ അതിലൊരു ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുന്നല്ലേ. അപ്പം അതും നമ്മുടെ കല്യാണി കോട്ടൺ ആണ്. അങ്ങനെ കല്യാണി എന്ന് പറഞ്ഞ് നമ്മുടെ പേജിൻ്റെ പേരൊരു കല്യാണി കളക്ഷൻ സെൻ്ററിൽ വരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് കല്യാണി എന്നാട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞിനുമുത്തിൻ്റെ മുത്തശ്ശിയുടെ പേരും കല്യാണി എന്നാണ്. ഇതാ അടുത്തത്. ഇതാ ഗോൾഡൻ ആൻഡ് മെറൂൺ. പിന്നെ നിങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ വീഡിയോ അധികം ഓടുന്നില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒരു ഗ്രൂപ്പിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം നമ്മുടെ ആ സാരികൾ മൂവ് ആയിക്കോളും. ഇത് നമ്മുടെ കല്യാണി കോട്ടൺ. ഇത് ഉണ്ട്. ഇതിൻ്റെ പേര് ഞാനൊന്ന് നോക്കിയിട്ട് പറയാവേ. കല്യാണി കോട്ടൺ തന്നെയാണ്. പക്ഷേ എന്നെ റെട്ടപ്പട്ടാന്ന് കേട്ടോ അവർ പറയുന്നത്. കാരണം ഇതാ ഇതുണ്ടോ, ഇവിടെ മാത്രമാണ് അതിന് ആ ഒരു, ഇവിടെ തിളക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോയത് നമ്മുടെ ഇതില്ലേ പട്ടുപാവാട തയ്ക്കാൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡാണ്. ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കിയാൽ, ഇൻസ്റ്റയൊക്കെ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ആ ഒരു ട്രെൻഡിങ് സാധനമാണ് കേട്ടോ. സാരി ആയിട്ടിടാൻ നല്ല ഭംഗിയാണ്. ഇച്ചിരി ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്, കമ്മലൊക്കെ കുറച്ച് വലുതിട്ട്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വീഡിയോസിലെ. നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ നാരായൺ പെട്ട് കോട്ടൺ സാരി. ഇതാ ഇതുണ്ടോ, നാരായൺ പേട്ട്. മറ്റേ നമ്മൾ ആദ്യം കാണിച്ചത് ലൈറ്റ് കരയാണെങ്കിൽ ഇത് കുറച്ച് വീതിയുള്ള കരയാണ്. എല്ലാത്തിനും വിത്ത് ബ്ലൗസും ഉണ്ട് കേട്ടോ. എന്താ 6.5 മീറ്റർ ഉണ്ട് ഈ സാരി. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. നാരായണൻ്റെ ഒരു പ്രത്യേകത അതാണ്.
പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരിടയ്ക്ക് വൈറലായൊരു റെസ്റ്റോറൻറ്റ് സാരി ഇല്ലേ, അതാണിത്. വൈറൽ സാരി എന്ന് പറയാം. ഇതാ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. ഒത്തിരി എൻക്വയറീസും ഒക്കെ ഓരോ പേജിലും വന്ന സാരിയാണ് കേട്ടോ ഇത്. റെസ്റ്റോറൻറ്റ് സാരി, ബനാറസിയാണ്. ബനാറസി റെസ്റ്റോറൻറ്റ് കളറാണ് കേട്ടോ. ഈ 2 കളർ കോമ്പിനേഷൻ അടിപൊളിയാണേ. ബനാറസിയാണ് കേട്ടോ ഇത്. എടുത്തിട്ട് നമ്മുടെ കല്യാണി കോട്ടൺ തീരുന്നില്ല കേട്ടോ. കളർ കോമ്പിനേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാ, ബ്ലൂ ആൻഡ് മെറൂൺ. ഈ ബ്ലൂവിനോടൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് പറ്റിയ ചോയ്സാണ് നമ്മുടെ ബ്ലൂ ആൻഡ് മെറൂൺ. ഒരു കോപ്പർ കളറാണ് കേട്ടോ അതിൻ്റെ ജരിക വന്നത്. അടുത്തത് ഇത് ഞാൻ കാണിച്ചല്ലേ, ഒന്ന് കണ്ടല്ലോ നിങ്ങൾ. ഒരു റെഡും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതാ. ഇത് ഞാൻ എടുത്തിട്ട് വന്ന അന്ന് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്ന്. പിന്നെ ഇത് നമ്മുടെ ഇത് തന്നെ കല്യാണി ചെക്കിട് റെട്ടപ്പെട്ട. അതാ, ഇത് റെട്ടപ്പെട്ടയല്ലേ അങ്ങനെയാണെങ്കിൽ? അത് തന്നെ റെട്ടപ്പെട്ടയാണ് കേട്ടോ. 2 ലൈറ്റ് ബോർഡറാണ് വരുന്നത്. കളർ നല്ല സൂപ്പർ കളറാണ് കേട്ടോ. ഇതാ, മക്കൾക്കൊക്കെ പട്ടോടെയൊക്കെ തയ്ക്കാൻ നിങ്ങൾ തുണി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. അതല്ല സാരിയായിട്ട് കൊടുക്കാനാണെങ്കിൽ അതും നല്ല ഓപ്ഷനാണ് കേട്ടോ. പിന്നെതാ അടുത്തത്, ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ ഞാൻ. നമ്മുടെ കല്യാണി കോട്ടൻ്റെ ഒരു പ്രളയം തന്നെയാണ് ഇത്തവണ. അത് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ. എല്ലാ കളക്ഷൻസും എന്തൊരു ഭംഗിയാണല്ലേ എന്താ ഒരു കളർ കോമ്പിനേഷൻ. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇനി അത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സാരി വിടർത്തി കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കോട്ടൺ ചെക്സ് ആണേ. ഇതാ, ചെക്ക്ഡ് കോട്ടൺ. നല്ലൊരു കളർ കോമ്പിനേഷൻ കണ്ടിട്ടെടുത്താണ് ഞാൻ. കണ്ട, ഇതൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് സിമ്പിളായിട്ട് സാരി കൊടുക്കാൻ പറ്റുന്നവർക്ക് അതിൽ ഫോണിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ ഇതിന്. കണ്ട, സിമ്പിൾ ഒരു സാരിയാണേ. എന്നാൽ ഇത്തിരി എന്താ പറയുക ലുക്കും ഉണ്ട്. ഇത്തിരി എന്താ പറയുക ഹെവി ലുക്കുള്ളൊരു സാരി കൂടിയാണ്. സിമ്പിളാണ്, നല്ല കോട്ടൺ ആണ് കേട്ടോ. ചെക്ക്ഡ് ലൈറ്റ് ഒരു സിൽവർ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ടേ. പിന്നെ നമ്മുടെ സെറ്റ് സാരി ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഔട്ടായി. നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു 1-2 പീസസ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാ, മയിൽ ഡിസൈൻ വരുന്ന സിമ്പിൾ സാരിയാണ് കേട്ടോ. അതാ മയിൽ ഡിസൈൻ വരുന്നത്. അത് മുന്താണിയിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇതാണ് കേട്ടോ. അധികം റേറ്റും ഇല്ല. 750 ആ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഒരു കളറും കൂടി കാണിച്ചിട്ട് ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ 400 രൂപ സാരികൾ കാണാം കേട്ടോ. ഇതാ, വെറും 400 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാം വിത്ത് ബ്ലൗസും ആണേ. നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് പീസുകൾ പോയിട്ടുണ്ട്. ഇതാ, സിമ്പിളായിട്ടുള്ള സാരികളാണ്. ഇതാ, ഇതിൽ കാണുന്നതിലും കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ ഇതിലൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സാരി കളക്ഷൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.